സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിന്റെ വില പരമാവധി എത്ര രൂപയാണ് കുറയുന്നത്? അതായത് ആ സ്റ്റോക്കിന്റെ വില പരമാവധി കുറയുമ്പോൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം അതിന്റെ വില ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് വിൽക്കാൻ സാധിക്കണമെങ്കിൽ അത് പരമാവധി എത്ര രൂപ വരെ വില കൂടും എന്നും നമുക്ക് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് എടുത്തത് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതറിയാതെ വരുമ്പോഴാണ് മിക്കവർക്കും നഷ്ടമുണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സമയത്ത് നമുക്ക് വാങ്ങി വാങ്ങി വില കൂടുമ്പോൾ ഒരു ലെവൽ എത്തുമ്പോൾ അവിടെ ബ്രേക്ക് ആവും. അപ്പോൾ അത് മറികടന്നു പോവുകയാണെങ്കിൽ അത് വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും വില കുറഞ്ഞു വരികയാണെങ്കിൽ ഏറ്റവും താഴെ വരുമ്പോൾ, അതായത് വില പരമാവധി ആൾക്കാർ വിറ്റൊഴിയുന്ന ഒരു സമയത്താണ് അവിടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കുന്നതിന് നമുക്ക് സറോദ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ടെക്നിക്കൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ കുറേയധികം സംഭവങ്ങളുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർട്ടൊന്നും നോക്കാതെ തന്നെ നമുക്ക് സറോദ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് അതിൽ ടെക്നിക്കലായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സറോദ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഈ ഒരു കാര്യം നോക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സറോദ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലൊക്കെ നമുക്ക് ചാർട്ടൊക്കെ വരച്ചതിന് ശേഷം ചാർട്ടിൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചതിന് ശേഷമായിരിക്കും നോക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആപ്പുകളിലും ബ്രോക്കർമാരുടെ ആപ്പുകളിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സറോദയിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾ സറോദയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാനിത് ഇവിടെ കാണിക്കാൻ പോവുകയാണ്. ഉദാഹരണത്തിന് നമുക്കിവിടെ ഞാനിവിടെ അദാനി പവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അദാനി പവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ അദാനി എന്നൊന്നുമില്ല, ഏത് സ്റ്റോക്കിൻ്റെ വേണമെങ്കിലും നമുക്ക് അത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അദാനി പവർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം മാത്രമാണ് കാണിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ അദാനി പവർ എന്ന് പറഞ്ഞ സ്റ്റോക്കിന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ ആയിരിക്കും കാണുന്നത്. അതായത് നമുക്കിത് വാങ്ങാനും വിൽക്കുന്നതിനുള്ള ഓപ്ഷനായിരിക്കും വരുന്നത്. ഇവിടെ ബൈ എന്നും സെൽ എന്നും പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ മുകളിലേക്കൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ നമ്മൾ ഈ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അദാനി പവർ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രീക്ക് എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ആപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സറോദയ്ക്കകത്ത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നമ്മൾ ആദ്യം നമുക്കിവിടെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യണം. മിനിറ്റ് 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 13 മിനിറ്റ്, പിന്നെ 1 അവർ, ഡേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെയോ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഒരു സിംഗ് ട്രേഡ് അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദിവസത്തെയൊക്കെ ആണെങ്കിൽ നോക്കുന്നതെങ്കിൽ നമുക്ക് 1 ഡേ എന്ന് പറഞ്ഞത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ നിങ്ങൾ ചാർട്ട് നോക്കി ട്രേഡ് എടുക്കുന്നത്, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിവിടെ 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തൊട്ട് താഴെ നോക്കുമ്പോൾ ഈ 5 മിനിറ്റിൽ നമുക്ക് എത്രത്തോളം ഈ സ്റ്റോക്കിൻ്റെ വില കൂടാനും കുറയാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് സിഗ്നൽസുകളാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില 563 രൂപയാണ്. അപ്പോൾ ഈ 563 രൂപ എന്ന് പറയുന്നതിൽ 10 ടൂൾസുകൾ അല്ലെങ്കിൽ 10 ടെക്നിക്കലായിട്ടുള്ള ടൂളുകളും ബുള്ളിഷാണ് കാണിക്കുക. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വിലയും മുകളിലേക്ക് പോകും. 10 എണ്ണവും കാണിക്കുന്നുണ്ട്, 8 എണ്ണം ബിയറിഷ് കാണിക്കുന്നു, 9 എണ്ണം ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സിഗ്നൽസ് ആണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഉപയോഗപ്രദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം വലിയ ഉപയോഗപ്രദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 563 രൂപയാണെന്ന് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴുമ്പോൾ ഇവിടെ ആ ഒരു പ്രൈസിൽ ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് R1, R2, R3 എന്നും
S1, S2, S3 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ R1 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലെവൽ 1, R2 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ലെവൽ 2, R3 റെസിസ്റ്റൻസ് 3. അതുപോലെ സപ്പോർട്ട് ലെവൽ 1 ആണ് 522.70 എന്നും, S2 സപ്പോർട്ട് 2, S3 സപ്പോർട്ട് 3 എന്നും കാണാൻ പറ്റും. അതായത് നമ്മൾ 563 രൂപയുള്ള സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, വില കൂടുകയാണെങ്കിൽ 571 എത്തുമ്പോഴേക്കും ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. അതായത് അവിടെ വിൽക്കാനുള്ള ആൾക്കാരുടെ സമ്മർദ്ദം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു 540 രൂപയ്ക്കൊക്കെ വാങ്ങിയ ഒരു സ്റ്റോക്കാണ്, ഇപ്പോൾ അദാനിയാണ് വാങ്ങിയതെങ്കിൽ 571 എത്തുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം നിങ്ങളുടെ കൈവശമുള്ള കുറേയധികം സ്റ്റോക്ക് ക്വാണ്ടിറ്റി വിൽക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്നും അവിടെ ഒരു പ്രതിരോധമുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം, അവിടെ തട്ടി ചിലപ്പോൾ വീണ്ടും ഇതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൈസ് റേഞ്ച് എത്തുമ്പോൾ 571 എന്ന് പറയുന്ന അല്ലെങ്കിൽ 570 ആ ഒരു റേഞ്ച് എത്തുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. വീണ്ടും 571 അത് മുകളിലേക്ക് പോവുകയാണ്, മാർക്കറ്റൊക്കെ മുകളിലേക്കാണ് നമ്മൾ എടുത്ത സ്റ്റോക്കിൻ്റെ വിലയും അല്ലെങ്കിൽ ആ സ്റ്റോക്കും ഇന്നൊരു ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇവിടെ കൂടുതലും നമ്മൾ ഇവിടെ ഈ ഒരു കാര്യം കൂടെ നോക്കാം, ബുള്ളിഷാണ് കൂടുതലും കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ 2 പോകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കയ്യിൽ ഉള്ള സ്റ്റോക്ക് നമ്മളത് വിൽക്കാതെ വെച്ചിരിക്കാം. 596 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 2 വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് 596 എന്ന് പറയുന്നതിലേക്ക് മുകളിലേക്ക് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 571 എന്ന് പറയുന്നത് സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്ത് തുടങ്ങും. അതായത് ഞാനിവിടെ കാണിച്ചു S1, R1. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റോക്കിൻ്റെ വിലയുടെ കറൻ്റ് ഇപ്പോൾ ഉള്ള വിലയുടെ കൂടിയ വിലയായിരിക്കും റെസിസ്റ്റൻസ് വരുന്നതും കുറഞ്ഞ വിലയായിരിക്കും സപ്പോർട്ട് വരുന്നത്. അതായത് ആൾക്കാർ ഏറ്റവും വിറ്റ് താഴേക്ക് പോകുമ്പോൾ പിന്നെ വാങ്ങി തുടങ്ങുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കും, അവിടെ എത്തുമ്പോൾ പിന്നെ അത് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യത കുറയാനുള്ള സാധ്യത ഉണ്ട്. അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ സ്റ്റോക്കിൻ്റെ വില താഴേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 563 എന്ന് പറഞ്ഞാൽ 522 എത്തുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ 563 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിൽക്കുകയാണ്. മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് ഒരു ബിയറിഷ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അതായത് വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സപ്പോർട്ട് 1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്നും നമുക്ക് ആ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. അതായത് നമുക്ക് ആ ഒരു റേഞ്ചിന് അപ്പുറം പോകില്ല എന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇനി അബദ്ധവശാൽ അവിടെ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഒരു റേഞ്ച് ഏതുവരെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 522 സപ്പോർട്ട് 1 കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 522 തൊട്ട് താഴെയായിട്ട് കുറച്ച് കൂടെ 520 519 ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വില വീണ്ടും 498 കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് വില കുറഞ്ഞാൽ നമുക്കത് റിസ്ക് എടുക്കാനുള്ള മനസ്സാന്നിധ്യം ഇല്ല എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെറോദ ആപ്ലിക്കേഷനകത്ത് ടെക്നിക്കൽ അനാലിസിസിൽ ഈ S1, R1, R2, R3 അല്ലെങ്കിൽ S1, S2, S3 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് ചാർട്ട് നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എത്രത്തോളം ആധികാരികത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ചാർട്ട് നോക്കുന്നതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് അനാലിസിസ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ഇതൊക്കെ നമുക്ക് ഇത് നോർമലി ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നാൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന വലിയ മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം തരണം ചെയ്ത് പോകാൻ ഒരു പക്ഷേ പറ്റിയെന്നും വരില്ല. എന്നിരുന്നാലും നമുക്ക് ഈ ഇൻട്രാഡേ ചെയ്യുമ്പോൾ 5 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെയോ ടൈം ഫ്രെയിം വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ എൻട്രി എടുക്കാനും അതുപോലെ തന്നെ എക്സിറ്റ് ആവാനും, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിറ്റ് ഇതിൽ നിന്ന് വിറ്റൊഴിയാനുള്ള ഒരു സാധ്യത നമുക്ക് ഇവിടെ നിന്നും തന്നെ നമുക്ക് കിട്ടും. ഇനി ഒരു സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഓൺ ഡേ എന്ന് പറഞ്ഞ ചാർട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഓൺ ഡേ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ലെവൽ നോക്കി ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഗൂഗിൾ ക്രോമിലേക്കായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു വെബ് ബ്രൗസർ വഴി നമുക്ക് ഇതിൻ്റെ സെറോദ സ്ട്രീക്ക് എന്ന് പറയുന്നതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. ഇവിടെ നമുക്ക് കണ്ടോ ബിയർ എത്രയാണ് നമ്മൾ ആ ട്രെൻഡ് ലെവൽ നമുക്ക് ബുള്ളിഷ് ആണോ ബെറിഷ് ആണോ അത് ഏതൊക്കെയാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണോ അപ്പോൾ ആബ്യൂസിയം ഓസിലേറ്റർ ഏതൊക്കെ ടൂൾസുകളാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്നൊക്കെ കാണിക്കുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ വീണ്ടും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റെസിസ്റ്റൻസ് ലെവൽ എവിടെയാണ് നിൽക്കുന്നതെന്നും അതുപോലെ സപ്പോർട്ട് 1, 2, 3യും റെസിസ്റ്റൻസും ഇവിടെ തൊട്ട് താഴെയായിട്ടും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൂൾസും കൊടുത്തിട്ടുണ്ട്. മൂവിങ് ആവറേജ് ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അപ്പോൾ എത്രയാണ് ബുള്ളിഷ് ടൂൾസുകൾ അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡുകൾ ഒക്കെ കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഓസിലേറ്റർ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടത്തേക്ക് വരാതെ തന്നെ നമുക്ക് മറ്റേ ഈ ആപ്ലിക്കേഷനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ ഒരു 2 കാര്യങ്ങൾ നോക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ രാവിലെ വാങ്ങി വൈകുന്നേരം വിൽക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ട്രെൻഡൊക്കെ അപ്പ് ട്രെൻഡൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇന്ന് ബുള്ളിഷ് ആയിരിക്കും, മാർക്കറ്റ് മുകളിലേക്കാണ് പോകാനുള്ള സാധ്യത, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കും ഇന്ന് ഒരു നല്ല ന്യൂസ് ഉണ്ട് അതിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ട്രെൻഡാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ 12 എണ്ണം കാണിക്കുന്നുണ്ട്, ബിയറിഷ് 5 എണ്ണം ആയിരിക്കും. അപ്പോൾ ന്യൂട്രലായിട്ട് 10 എണ്ണം. അപ്പോൾ കൂടുതൽ ബുള്ളിഷാണ് കാണിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഈ സ്റ്റോക്കിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇവിടെ റെസിസ്റ്റൻസ് ലെവൽ നോക്കാം. അപ്പോൾ നമുക്ക് 563 നിൽക്കുന്ന ഒരു സ്റ്റോക്കിൻ്റെ വില 571 എത്തുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അവിടെ നമ്മൾ ഇപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി എടുത്തിട്ടു 50 എണ്ണം നമ്മളവിടെ വിൽക്കുകയാണെങ്കിൽ 50 എണ്ണം നമുക്ക് ഹോൾഡ് ചെയ്യാം. വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 596 റെസിസ്റ്റൻസ് ലെവൽ 2-ലെത്തുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സെല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനിയും നമുക്കത് വീണ്ടും നല്ലൊരു മൂവ്മെൻ്റ് ആണ് മുകളിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെയും സിഗ്നൽസ് ഒക്കെ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് R3യിലേക്ക് റെസിസ്റ്റൻസ് ലെവൽ 3 വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ വില പരമാവധി നമുക്കതിൻ്റെ മുകളിലെത്തുന്ന ലെവലിൽ നമുക്കതിനെ വിൽക്കാൻ ഉള്ള ഓപ്ഷനാണ് സെറോദ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്, നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് ബിയറിഷ് ആണ്, സ്റ്റോക്കിൻ്റെ വില എന്തെങ്കിലും ന്യൂസ് വന്ന് പെട്ടെന്ന് തകർന്നു പോവുകയാണെങ്കിൽ പരമാവധി ഏതുവരെ പോവും, സപ്പോർട്ട് ഏതുവരെ പോവും, രണ്ടാമത്തെ ലെവലിൽ പോവുകയാണെങ്കിൽ ഏതുവരെ പോവും, അവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സെറോദ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൂള് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടാവും. ഇനി ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുടെ കൂടെ മാത്രമേ ഇതും കൂടെ നോക്കാവൂ എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കുക, അതിനുശേഷം നമുക്ക് മുകളിലേക്കൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ടെക്നിക്കൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സെറോദ ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.